നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകളായിരുന്നു. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ ഇന്ന് രമേശ് ചെന്നിത്തല മൊഴി നൽകും. അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുമെന്നാണ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. തനിക്ക് വിവരം നൽകിയ ആളെയും ചോദ്യം ചെയ്യട്ടെ എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. രാവിലെ 11 മണിക്കാണ് രമേശ് ചെന്നിത്തലയുടെ മൊഴി രേഖപ്പെടുത്തുക. അദ്ദേഹം മൊഴി കൊടുക്കും. കോടതിയിൽ രഹസ്യമൊഴി നൽകാൻ, അതായത് തന്നോട് ഈ കാര്യം പറഞ്ഞ വ്യക്തി ഈ രഹസ്യമൊഴി നൽകാൻ തയ്യാറാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യവസായിയാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ രമേശ് ചെന്നിത്തലയോട് നടത്തിയതും രമേശ് ചെന്നിത്തല അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതും. മുമ്പ് മറ്റു ചില വിഷയങ്ങളിൽ വ്യവസായി നൽകിയ വിവരങ്ങൾ സത്യമായിരുന്നുവെന്നും സ്വർണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ അമൂല്യ പുരാവസ്തുവായി വിറ്റു എന്നാണ് വ്യവസായി തന്നോട് പറഞ്ഞതെന്നും രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ട് എന്ന ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുപ്പ്. വിഷയവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകാൻ തയ്യാറാണ് എന്നാണ് ചെന്നിത്തലയെ SIT അറിയിച്ചത്. NGKലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തിയാണ് മൊഴി നൽകുക. കേസിൽ നിലവിൽ അന്വേഷണം മന്ദഗതിയിലാണെന്ന് UDF ആക്ഷേപം ഉന്നയിക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തല മൊഴി നൽകാൻ തയ്യാറാകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കൈമാറുമോ എന്ന കാര്യത്തിൽ ആകാംക്ഷയുണ്ട്. വിവാദമായ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹം നടത്തിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 500 കോടി രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്നും ഇതിൽ അന്താരാഷ്ട്ര മാഫിയയ്ക്ക് ബന്ധമുണ്ട് എന്നുമായിരുന്നു രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വെളിപ്പെടുത്തൽ. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാധിക്കുന്ന വ്യക്തിയെ അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുത്താൻ തയ്യാറാണെന്നും ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രത്യേക അന്വേഷണ സംഘത്തലവന് ചെന്നിത്തല കത്ത് നൽകി. 500 കോടിയുടെ ഇടപാടാണ് അന്താരാഷ്ട്ര കരിച്ചന്തയിൽ നടന്നതെന്നും പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നും കത്തിലൂടെ രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു. പുരാവസ്തുക്കൾ മോഷ്ടിച്ച് കരിഞ്ചന്തയിൽ വിൽക്കുന്ന സംഘങ്ങളെക്കുറിച്ച് നേരിട്ട് അറിവുള്ള വ്യക്തിയെ അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുത്താം. പൊതുജന മധ്യത്തിൽ വിവരം വെളിപ്പെടുത്താൻ ഇയാൾ തയ്യാറല്ല. എന്നാൽ അന്വേഷണ സംഘത്തിന് കോടതിക്ക് മുമ്പിൽ മൊഴി നൽകാൻ ഇയാൾ തയ്യാറാണെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സ്വതന്ത്രമായി പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യത്തിൽ വസ്തുതയുണ്ടെന്ന് മനസ്സിലായത്. സംസ്ഥാനത്തെ ചില വ്യവസായികൾക്കും റാക്കറ്റുകൾക്കും ഇടപാടുമായി ബന്ധമുണ്ട്. ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് റാക്കറ്റുമായുള്ള ബന്ധം അന്വേഷിക്കണം. പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ലെന്നും അക്കാര്യം കൂടി അന്വേഷിക്കണമെന്നും ചെന്നിത്തല കത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമായിരുന്നു: ശബരിമലയിൽ സംഭവിച്ചത് വിജയ് മല്യ കൊടുത്ത 50 കോടിയുടെ സ്വർണത്തിന്റെ മോഷണമല്ല, പൗരാണിക മാർക്കറ്റിൽ 500 കോടിയിൽ പരം വില വരുന്ന വിശിഷ്ടമായ വസ്തുക്കളുടെ വിൽപ്പനയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പൗരാണിക സാധനങ്ങൾ കള്ളക്കടത്ത് നടത്തുന്ന രാജ്യാന്തര കള്ളക്കടത്ത് സംഘവുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് താൻ ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കത്ത് നൽകും. സുഭാഷ് കപൂർ എന്നയാൾ നേതൃത്വം നൽകുന്ന രാജ്യാന്തര കള്ളക്കടത്ത് സംഘം വഴി ഇടപാടുകൾ നടന്നതായി ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ തെളിവുകൾ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ വിഷയം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകും. ശബരിമലയിലെ സ്വർണത്തിന് 50 കോടി രൂപയ്ക്ക് അടുത്താണ് വിലയെങ്കിലും പൗരാണിക വസ്തുക്കളുടെ രാജ്യാന്തര ബ്ലാക്ക് മാർക്കറ്റിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾക്ക് 500 കോടി രൂപയുടെ മൂല്യം വരുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. വിജയ് മല്യ പൂശിയ സ്വർണം അടിച്ചു മാറ്റാൻ നടത്തിയ ഒരു ലോക്കൽ ഗൂഢാലോചന അല്ലാതെ മറിച്ച് രാജ്യാന്തര മാനങ്ങളുള്ള ഒരു വലിയ കള്ളക്കടത്ത് സംഘം ഇടപെട്ട വലിയ ഇടപാടാണ്. നമ്മളിപ്പോൾ കാണുന്നത് മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ്. അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കരുത്. ഇതിന്റെ സകല കണ്ണികളെയും പുറത്തു കൊണ്ടുവരണം. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ അമൂല്യ വസ്തുക്കൾ പുറത്ത് വിൽപ്പന നടത്താനുള്ള വലിയ ഗൂഢാലോചനയാണ്. വൻ സ്രാവുകളുണ്ട്, അവരെ പിടിക്കണം. സുഭാഷ് കപൂർ സംഘത്തിന് എന്താണ് പങ്ക് എന്നത് പുറത്തു വരണം. സമാനതകളില്ലാത്ത സ്വർണ്ണക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നത്. CPMന്റെ 2 ഉന്നത നേതാക്കൾ മോഷണത്തിന് അറസ്റ്റിലാണ്. അവർക്ക് ജാമ്യം പോലും കിട്ടുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി വാ തുറക്കുന്നില്ല. CPM ഇവർക്കെതിരെ നടപടി എടുക്കുന്നില്ല. എന്തുകൊണ്ട് നടപടിയില്ല എന്നത് ജനം ചോദിക്കേണ്ടതുണ്ട്. സർക്കാർ പ്രതികളെ സംരക്ഷിക്കുകയാണ്. CPM പ്രതികളെ സംരക്ഷിക്കുകയാണ്. ജനകോടികളുടെ ഹൃദയവികാരത്തെ വ്രണപ്പെടുത്തിയ ഈ നടപടിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. മന്ത്രിമാരെ അടക്കം ചോദ്യം ചെയ്യണം. യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം പോകണമെന്നായിരുന്നു രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകാൻ ഒരുങ്ങുകയാണ്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ദ്വാരപാലക ശില്പ സ്വർണ്ണപ്പാളി കേസിലാണ് ചോദ്യം ചെയ്യൽ. ദേവസ്വം മുൻ കമ്മീഷണർ N വാസുവിനെ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. കൊല്ലത്ത് വെച്ച് ചോദ്യം ചെയ്ത് പത്മകുമാറിനെ 5 മണിക്ക് തിരികെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയ ദ്വാരപാലക ശില്പ സ്വർണ്ണപ്പാളി കവർച്ച കേസിൽ പത്മകുമാറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് SIT നേരത്തെ കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. വൈകുന്നേരം 5 മണി വരെയായിരുന്നു കസ്റ്റഡി അനുവദിച്ചത്. പത്മകുമാറിനെ രാവിലെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളി സ്വർണ്ണ കവർച്ച കേസിലെ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ എന്തായാലും കോടതി വിധി പറയേണ്ടതായിട്ടുണ്ട്. വളരെ നിർണായകമായ കേസായി ഇത് മാറുകയാണ്. അതേസമയം
അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2019 ദേവസ്വം ബോർഡ് മെമ്പർമാരായ ശങ്കരദാസിന്റെയും വിജയകുമാറിന്റെയും പങ്ക് വ്യക്തമാകുക മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ മൊഴിയെടുപ്പിന് ശേഷമായിരിക്കും. 2 തവണ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയ ജയശ്രീക്ക് 3-ാം തവണ കോടതി ജാമ്യം അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ ഏതു സമയവും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. ദേവസ്വം ഭരണം ബോർഡിനാണെങ്കിലും ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ ഉത്തരവാക്കുന്ന പരമാധികാരി സെക്രട്ടറിയാണ്. ബോർഡ് യോഗം വിളിച്ചുകൂട്ടുക, അജണ്ടകൾ തയ്യാറാക്കുക, തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളുടെ ഫയൽ ഹാജരാക്കുക എന്നിവയാണ് സെക്രട്ടറിയുടെ ചുമതലകൾ. കൂടാതെ ദേവസ്വം വ്യവഹാരങ്ങളിൽ മറുപടി പറയാനുള്ള ചുമതലയും സെക്രട്ടറിക്കുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ ദേവസ്വം ബോർഡിലെ ഏറ്റവും ഉയർന്ന പദവിയാണിത്. പാളികൾ ചെന്നൈക്ക് കടത്തി സ്വർണം പൂശാനുള്ള ബോർഡ് തീരുമാനത്തിൽ ഉത്തരവിറക്കിയത് സെക്രട്ടറിയായിരുന്ന ജയശ്രീ ആയിരുന്നതിനാലാണ് അവരും കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും 4 കാര്യങ്ങളാണ് SITക്ക് ജയശ്രീയിൽ നിന്ന് അറിയേണ്ടത്. പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വശം ചെന്നൈക്ക് കൊടുത്തുവിടാൻ തീരുമാനമെടുത്ത് ഫയൽ ദേവസ്വം സെക്രട്ടറിയായിരുന്ന ജയശ്രീക്ക് കൈമാറിയ ശേഷം പ്രസിഡന്റായിരുന്ന A. പത്മകുമാർ അതിൽ തിരുത്തൽ വരുത്തിയെങ്കിൽ അതിന് മെമ്പർമാരായ ശങ്കരദാസും വിജയകുമാറും സാക്ഷിയായിരുന്നു. പാളികൾ കടത്താനുള്ള ഉത്തരവ് ബോർഡിന്റെ പൂർണ്ണമായ തീരുമാനപ്രകാരമായിരുന്നു. ബോർഡ് ഫയൽ തിരികെ ആവശ്യപ്പെട്ടാൽ നൽകാൻ സെക്രട്ടറി ബാധ്യസ്ഥയാണ്. മെമ്പർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു തിരുത്തലെങ്കിൽ അവരും പ്രതി ചേർക്കപ്പെടും. പത്മകുമാർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഫയലിൽ തിരുത്തൽ വരുത്തിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വശം പാളികൾ ചെന്നൈക്ക് കൊടുത്തുവിടാൻ തീരുമാനമെടുത്തത് പത്മകുമാർ ഒറ്റയ്ക്കാണെന്നുമാണ് നേരത്തെ ചോദ്യം ചെയ്തപ്പോൾ ഇരു മെമ്പർമാരും പറഞ്ഞത്. തങ്ങൾ ഫയലിൽ ഒപ്പിട്ടില്ലെന്നും ഇവർ പറഞ്ഞിരുന്നു. മുന്നിൽ 2 ഭൂരിപക്ഷമില്ലാതെ ഉത്തരവുകൾക്ക് അംഗീകാരം എങ്ങനെ കൈവന്നു എന്ന ചോദ്യത്തിന് ജയശ്രീ തന്നെ മറുപടി പറയേണ്ടി വരും. ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസുവിന്റെ പിത്തളപ്പാളികൾ എന്ന പരാമർശം തിരുത്തി ചെമ്പുപാളികൾ എന്നാക്കിയത് മാത്രമാണ് പത്മകുമാറിന്റെ സ്വന്തം കൈപ്പടയിലുള്ളതെങ്കിൽ അത് കൊള്ളയിലേക്ക് നയിച്ച കാര്യങ്ങളിൽ ഒന്ന് മാത്രമായി SIT പരിഗണിക്കൂ. ജയശ്രീ മാപ്പുസാക്ഷിയായി പരിഗണിച്ച് ചോദ്യം ചെയ്ത് വിട്ടയക്കാനാണ് സാധ്യത. കേസിൽ സാക്ഷിയായ നടൻ ജയറാമിന്റെ മൊഴിയും വൈകാതെ എടുക്കുമെന്നാണ് സൂചന. ചെന്നൈയിലെ ജയറാമിന്റെ വസതിയിൽ വാതിൽ പാളികൾ എത്താനുള്ള സാഹചര്യവും ഇതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ നീക്കവും SIT രേഖപ്പെടുത്തും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.